നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. FC ബാഴ്സലോണയെ അത്ലറ്റിക്കോ മാഡ്രിഡ് മെട്രോപൊളിറ്റനോയിലിട്ട് ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് തകർക്കുമ്പോൾ മിന്നും പ്രകടനം നടത്തി നാഹുൽ മൊളീന. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കളിയിൽ കോച്ച് ഏൽപ്പിച്ചത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. അസിസ്റ്റ് ഉണ്ടായിരുന്നു, കൗണ്ടറുകൾക്ക് അദ്ദേഹം മികച്ച രൂപത്തിൽ ഗതിവേഗം നൽകി. അങ്ങനെ സുന്ദരമായ രൂപത്തിലാണ് അദ്ദേഹം പെർഫോം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കളി കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ കളിക്ക് ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ഞെട്ടിച്ചോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ഡിയേഗോ സിമിയോണി പറഞ്ഞു, നിങ്ങൾ ശരിക്കും സർപ്രൈസ്ഡ് ആക്കി എന്ന്. എന്താണ് ബാഴ്സയ്ക്കെതിരെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, സത്യത്തിൽ സിമിയോണി മാത്രമല്ല, ഞാനും സർപ്രൈസ്ഡ് ആയിരുന്നു. ടു ബി ഹോണസ്റ്റ്, എന്നെ സ്റ്റാർട്ട് ചെയ്യിച്ചു എന്ന കാര്യത്തിൽ ഞാനും സർപ്രൈസ്ഡ് ആയിരുന്നു എന്നാണ് മൊളീന പറഞ്ഞത്. പക്ഷേ അങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ താരം പിന്നെ ബാക്കിയുള്ളവരെ മൊത്തം സർപ്രൈസ്ഡ് ആക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഡിയേഗോ സിമിയോണി നാഹുൽ മൊളീനയെക്കുറിച്ച് പറഞ്ഞു, ഇൻ ദി എൻഡ് അവൻ്റെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ടാണ് ഈ കണ്ടത്. തീർച്ചയായിട്ടും മൊളീന എങ്ങനെയാണ് ട്രെയിനിങ്ങിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അവൻ വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അവൻ ടീംമേറ്റ്സിനെ എൻകറേജ് ചെയ്യുന്നതെന്നും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കിതിൽ അത്ഭുതം തോന്നില്ല. അവൻ വളരുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് മൊളീന എങ്ങനെയാണോ ഒരു കളി കളിക്കേണ്ടത് അത്തരത്തിലുള്ളൊരു പെർഫോമൻസാണ് ഞങ്ങൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് എന്നുകൂടി ഡിയേഗോ സിമിയോണി പറയുന്നു. തീർച്ചയായിട്ടും സിമിയോണിയുടെ ഈ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഒരു കിടിലൻ അവസരം കൊടുത്തു. ആ അവസരം ഇരു കൈയും നീട്ടി സ്വീകരിച്ച് മൊളീന മിന്നും പ്രകടനം നടത്തുമ്പോൾ അർജൻറ്റീൻ ഫുട്ബോൾ പ്രേമികളും ഹാപ്പിയാണ്. ഇപ്പോൾ ഇന്നലെയാണ് എസ്റ്റാബൻ എഡൂലിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നത്. ലയണൽ സ്കലോനി പല താരങ്ങളുടെയും ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ അത്ര സംതൃപ്തനല്ല. ഫാനലിസിമക്ക് മുമ്പ് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്ന്. ഏതായാലും ഈ കളിയിലെ ഹുലിൻ ആൽവാരസിൻ്റെയും ജിയോവാനി സിമിയോണിയുടെയും നാഹുൽ മൊളീനയുടെയും ഒക്കെ കളി കണ്ടിട്ട് സ്കലോനിക്ക് എന്തായാലും സന്തോഷമേ ഉണ്ടാകൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.